നമസ്തേ. ഇസ്ലാം കലാപം രൂക്ഷമായ മുർഷിദാബാദിൽ വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തത് 1000-ഓളം ഹിന്ദുക്കളാണ്. മുർഷിദാബാദിൽ നിന്ന് അടുത്തുള്ള മാൾഡ ജില്ലയിലേക്ക് ബോട്ടുകൾ വഴി പലായനം ചെയ്യുകയായിരുന്നു ഇവർ. ബോംബാക്രമണവും തീവയ്പും നടത്തുന്നതിനായി തീവ്രവാദികൾ ഹിന്ദു വീടുകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏത് വീടിന് ബോംബിടണം, ഏത് വീടിന് തീയിടണം എന്ന് കലാപകാരികൾക്ക് അറിയാൻ വേണ്ടി കറുത്ത മഷി വെച്ച് മാർക്ക് ചെയ്തിരുന്നു. പ്രദേശത്തെ എല്ലാ ഹിന്ദു ഭവനങ്ങളിലും കറുത്ത മഷി പുരട്ടിയിട്ടുമുണ്ട്. കലാപത്തിൽ ആ വീടുകൾ മാത്രമാണ് ആക്രമിക്കപ്പെട്ടതെന്നും ശ്രദ്ധേയം. ബോംബുകൾ എറിയുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തു. മുർഷിദാബാദിലെ സുദി, സംസർഗഞ്ച് മേഖലകളിൽ ജുമാ നമസ്കാരത്തിന് ശേഷമാണ് മുസ്ലിം ആൾക്കൂട്ടം അക്രമം അഴിച്ചുവിട്ടത്. മുർഷിദാബാദിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. അക്രമികൾ പ്രാദേശിക മുസ്ലിങ്ങളാണെന്നും പുറത്തുനിന്നുള്ളവരല്ല എന്നും പരിക്കേറ്റവർ തന്നെ പറയുന്നുണ്ട്. മുർഷിദാബാദിലെ ഷംസർഗഞ്ച് പ്രദേശത്ത് ഇസ്ലാമിസ്റ്റുകൾ കൊലപ്പെടുത്തിയ ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും പുരോഹിതൻ അടക്കമുള്ളവരെ കിട്ടാനില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹരോ ഗോവിന്ദദാസിന്റെയും മകൻ ചന്ദന്റെയും കർമ്മങ്ങളാണ് നടത്താൻ കഴിയാതെ പോയത്. ഭയം മൂലം പുരോഹിതൻ എത്താതിരിക്കുകയായിരുന്നു. അപ്പോൾ ആരാണ് ഈ കലാപങ്ങൾക്ക് പിന്നിൽ? പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടക്കുന്ന കലാപത്തിൽ നിരോധിത സംഘടനയായ സിമിക്കും PFIക്കും പങ്ക് നേരത്തെ തന്നെ ഉണ്ടെന്ന് വെളിപ്പെട്ടിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധവും തുടർന്നുണ്ടായ കലാപവും മതമൗലിക സംഘടനകളുടെ ഗൂഢാലോചനയാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നത്. PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലയിലാണ് പ്രതിഷേധവും കലാപവും നടക്കുന്നതെന്നതും നമ്മൾ ശ്രദ്ധിക്കണം. നിരോധനത്തിന് ശേഷം സിമിയുടെയും PFIയുടെയും അംഗങ്ങൾ കൂട്ടത്തോടെ SDPIയിലേക്ക് ചേക്കേറി. പ്രദേശത്തെ തീവ്ര സംഘടനയുടെ സ്വാധീനം സംബന്ധിച്ച് നിരവധി തവണ ബംഗാൾ പോലീസിന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. SDPI പ്രവർത്തകർ പ്രദേശത്ത് തമ്പടിച്ചാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പ്രചാരണം നടത്തി വന്നത്. ഇവർ വീട് വീടാന്തരം കയറിയിറങ്ങി കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ ഭയം പടർത്തി. മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനായി SDPI തക്കം പാർത്തിരിക്കുകയാണ്. ഇതിനിടെയാണ് വഖഫ് ബിൽ പാസ്സാകുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം വഖഫ് നിയമത്തിനെതിരായ ആരംഭിച്ച പ്രതിഷേധം കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമണത്തിലേക്ക് വഴിമാറുകയാണ് ഉണ്ടായത്. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇജാസ് അഹമ്മദ് മരിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളാകുന്നത്. SDPI പ്രവർത്തകർ തങ്ങളുടെ വീട്ടിലും എത്തിയെന്നും സ്വത്ത് പിടിച്ചെടുക്കുന്ന കാര്യം പറഞ്ഞെന്നും യുവാവിന്റെ കുടുംബം പോലീസിന് മൊഴി നൽകിയിരുന്നു. 15-നും 20-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായും ആക്രമണത്തിൽ പങ്കെടുത്തതെന്നതാണ് ഞെട്ടിക്കുന്നത്. ഈദിന് നാട്ടിലെത്തിയവരാണ് ഇതിൽ കൂടുതൽ പേരും. ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള കടകളെയും വീടുകളെയും സംഘം തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അവർ ഇന്നും അത് തുടരുകയാണ്. ഭാരതം പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായും നാം ഇത് തിരിച്ചറിയണം. നാളെ അവർ നമുക്കിടയിലേക്കും വരും. അത് പ്രതിരോധിക്കാൻ ഇന്നേ തയ്യാറെടുക്കുക.